വലിയ നടപ്പന്തലിന് സമീപത്ത് നിന്ന് മിഥുൻ മുരളി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. മിഥുൻ, വലിയ തിരക്കാണോ അവിടെ അനുഭവപ്പെടുന്നത്? 10 മണിക്ക് ശേഷം പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ആളുകളെ കയറ്റിവിടുന്നില്ലല്ലോ, ഭക്തരെ കയറ്റിവിടുന്നില്ലല്ലോ. വലിയ നടപ്പന്തലിൻ്റെ ഒരു സ്ഥിതി എങ്ങനെയാണ്? തീർത്ഥാടകർക്ക് അനായാസം 18-ാം പടിയുടെ അടുത്തേക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ? നീലിമ, ഞാൻ അട്ടത്തോടാണുള്ളത്. നിലയ്ക്കൽ സമീപത്ത് അട്ടത്തോട് തിരുവാഭരണ പാതയിലാണുള്ളത്. ഈ ഭാഗത്തു കൂടി തിരുവാഭരണ ഘോഷയാത്ര അല്പസമയം മുമ്പ് കാനന പാതയിലേക്ക് പ്രവേശിച്ചു. അരമണിക്കൂർ മുമ്പാണ് ഇവിടെ നിന്നും കാനന പാതയിലേക്ക് പ്രവേശിച്ചത്. ഇനി കാനന പാതയിൽ കൂടിയാണ് കാനനവാസിന് ചാർത്തുന്നതിനുള്ള തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര കടന്നു പോകുന്നത്. കാട്ടാറും കാനന മൃഗങ്ങളും എല്ലാം പതിയിരിക്കുന്ന ഈ ഭാഗങ്ങളിൽ കൂടി ഘോഷയാത്ര ഇനി പ്രയാണം തുടർന്ന് വൈകുന്നേരത്തോടു കൂടി 5:30 ശരംകുത്തിയിലെത്തും. എട്ടപ്പെട്ടി, ഒളിയമ്പുഴ, വലിയനാവട്ടം, ചെറിയനാവട്ടം, നീലിമല, ശബരിപീഠം വഴി ശരംകുത്തിയിൽ വൈകുന്നേരം 5:30 എത്തുമ്പോൾ ദേവസ്വം ബോർഡിന്റെ ആചാരപരമായിട്ടുള്ള സ്വീകരണം അവിടെ ഉണ്ടാകും. പിന്നീട് 6 മണിയോടുകൂടി സന്നിധാനത്തേക്ക് എത്തുമ്പോൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തിരുവാഭരണം ഏറ്റുവാങ്ങി അയ്യപ്പസ്വാമിക്ക് ചേർത്ത് തിരുവാഭരണ വിഭൂഷിതനായിട്ടുള്ള അയ്യപ്പസ്വാമി, ആ അയ്യപ്പസ്വാമിയെ കാണുന്നതിന് വേണ്ടിയും ഭഗവാനെ ദർശിക്കുന്നതിന് വേണ്ടിയും ഒപ്പം തന്നെ ആ സമയത്ത് മകരജ്യോതി ദർശനം കണ്ട് സായുജ്യം നേടുന്നതിന് വേണ്ടിയും ഒക്കെയുള്ള ഭക്തജനങ്ങളുടെ കാത്തിരിപ്പിന്റെ മണിക്കൂറുകളാണ് ഇനി. നിലയ്ക്കലെ രാവിലെ മുതൽ തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പമ്പയിൽ നിന്നും ഭക്തജനങ്ങളെ സന്നിധാനത്തേക്ക് കടത്തിവിടാത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ രാവിലെ മുതൽ തന്നെ നിലയ്ക്കലും നിയന്ത്രണങ്ങളുണ്ട്. ഇപ്പോൾ ഒരു വാഹനങ്ങളും നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. വലിയ തിരക്കുണ്ട്. അത് നിലയ്ക്കലും പരിസര പ്രദേശങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ അനുവദനീയമായ സ്ഥലങ്ങളാണ് അതൊക്കെ. ഈ മകരജ്യോതി ദർശിക്കുന്നതിന് വേണ്ടി ഈ സ്ഥലങ്ങളിൽ മകരജ്യോതി ദർശിക്കുന്നതിന് വേണ്ടി തമ്പടിച്ചിരിക്കുന്ന അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ ധാരാളമായി നിലയ്ക്കലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ തമ്പടിച്ചിട്ടുണ്ട്. ഇനി ശബരിമല തീർത്ഥാടകർക്ക് വൈകുന്നേരം മകരജ്യോതി ദർശനം കഴിഞ്ഞ് തീർത്ഥാടകർ മലയിറങ്ങിയതിനു ശേഷം മാത്രമായിരിക്കും നിലയ്ക്കൽ നിന്നും പമ്പയിലേക്ക് പ്രവേശനമുണ്ടാകുക. പക്ഷേ അങ്ങനെ സന്നിധാനത്തേക്ക് പോകാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങൾ, മകരജ്യോതി ദർശിച്ചതിന് ശേഷം സന്നിധാനത്തേക്ക് പോകാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങൾ നിലയ്ക്കലെ വിവിധ ഭാഗങ്ങൾ, അട്ടത്തോട്, പടിഞ്ഞാറേ കോളനി, മറ്റ് ഇലവുങ്കൽ, ഈ ഭാഗങ്ങളിലെല്ലാം നിന്ന് കഴിഞ്ഞാൽ മകരജ്യോതി ദർശിക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. ഇതെല്ലാം അനുവദനീയമായിട്ടുള്ള സ്ഥലങ്ങളാണ്. മകരജ്യോതി ദർശിക്കാൻ അനുവദനീയമായിട്ടുള്ള സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കി സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പാക്കുന്ന പ്രദേശങ്ങളാണ് നിലയ്ക്കലിന് സമീപമുള്ള ഈ പ്രദേശങ്ങളെല്ലാം. അട്ടത്തോട്, പടിഞ്ഞാറേ കോളനിയും മറ്റ് ഇലവുങ്കലിന്റെ സമീപ പ്രദേശങ്ങളുമെല്ലാം ആ ഭാഗങ്ങളിലേക്ക് തമ്പടിക്കുന്നതിനുള്ള വ്യാപകമായിട്ട് ഭക്തജനങ്ങൾ കൂട്ടത്തോടെ എത്തുന്ന സാഹചര്യം ഇനി വരും മണിക്കൂറുകൾ ഉണ്ടാകും. ശരി മിഥുൻ.